പുനരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ കെ രമ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഇല്ല, വാസ്തവവിരുദ്ധാണല്ലേ? വിനേഷ് കുമാറാണ് ആദ്യം കെ രമയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ വിനേഷ് തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. വിനേഷ്, ഇപ്പോൾ നേരത്തെ വിനേഷിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തത്സമയം നമ്മളെടുത്തും ഇപ്പോൾ ടെലിഫോണിൽ വന്ന് കെ രമ പറയുകയായിരുന്നു. അത്തരത്തിൽ ഒരു കാര്യവും ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചിട്ടില്ല, മാത്രമല്ല സർക്കാർ മുന്നിലേക്ക് ഈ നിലവിൽ അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് വേണമെങ്കിൽ RMPയുമായി പാർട്ടിയുമായി ചേർന്ന് കൂടിയാലോചിച്ച് മാത്രമേ അത്തരം നീക്കങ്ങൾ നടത്തുകയുള്ളൂ. നിലവിൽ ആ കേസ് കോടതിയിലാണ് എന്ന് പറഞ്ഞാണ് ആ സംഭാഷണം അവർ അവസാനിപ്പിച്ചത്. അപ്പോൾ തൊട്ടു മുൻപ് വിനേഷിനോട് സംസാരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, അവരെ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വിളിച്ചു, സംസാരിച്ചു, അത് തെറ്റായ വാർത്തയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നുള്ളതാണ്. വിനേഷ്, പ്രജിൻ, നമുക്കറിയാം 2012 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇതിൻ്റെ അന്വേഷണം ഓരോ ഘട്ടത്തിലും പ്രതികൾ പിടിയിലാവുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുകയാണ്. കോടതിയിൽ നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ പുനരന്വേഷണത്തിന് ആവശ്യപ്പെടുന്നത് എങ്ങനെ എന്നുള്ളത് അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കെ രമ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് അവർ തന്നെ തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല RMPയുടെ പ്രമുഖ നേതാവായ N വേണുവും പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നീക്കവും നടത്തിയിട്ടില്ല. ഇതിന്റെ ഗൂഢാലോചനയിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്ന് വേണുവും തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലും ഇങ്ങനെ ഒരു വിവരമില്ല. അതായത് ഇങ്ങനെ കെ രമ ഇവരെ സമീപിച്ചു അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചതായി യാതൊരു തെളിവുകളും നിലവിലില്ല. അതായത് അവിടെയും അത്തരത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനടുത്ത് എടുത്തു പറയേണ്ടത്. ഫലത്തിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത തികച്ചും വ്യാജമായ ഒരു വാർത്തയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കെ രമ തന്നെ ഇത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നമുക്ക് ഇതിൽ കൂടുതൽ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു വാർത്ത വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ കെ രമയാണ് വിളിക്കുന്നു. അവരുമായിട്ട് അവർ സംസാരിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ RMP നേതാവായ N വേണുവിനെ വിളിക്കുന്നു. വേണുവിന് എന്തായാലും RMP അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനം ആണിത്. യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചനയിൽ പുനരന്വേഷണം വേണം എന്നുള്ളതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. രാഷ്ട്രീയ തീരുമാനമായതുകൊണ്ട് തന്നെ കെ രമ MLA മാത്രം വിചാരിച്ചാൽ നടക്കില്ല, പാർട്ടി അറിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ പ്രമുഖ നേതാവായ വേണു അറിയാതെ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പുനരന്വേഷണം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ വേണുവിനെ വിളിക്കാൻ തയ്യാറാവുന്നത്. വേണുവിനെ വിളിച്ചപ്പോൾ വേണുവിന് ഇതേക്കുറിച്ച് ഒരു ധാരണയുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഏത് ചാനലിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ റിപ്പോർട്ടർ ചാനലിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കെ രമയെ വീണ്ടും വിളിക്കുന്നു. ഇങ്ങനൊരു സംഭവം പോകുന്നുണ്ടല്ലോ, തുടർച്ചയായി അത് വാർത്ത പോകുന്നു പറഞ്ഞപ്പോൾ ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അത് ചെയ്ത ആളെ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് തത്സമയം നമ്മളെ ചാനലുകളിലേക്ക് അവർ ഫോൺ വഴി വന്നത്. എന്തായാലും അപ്പോഴും അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലും ഇങ്ങനെ കെ രമ സമീപിച്ചതായി അവർക്കും ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വ്യാജമായ ഒരു വാർത്ത സൃഷ്ടിച്ച് ജനങ്ങളെ അല്ലെങ്കിൽ ആളുകളെ ഈ രീതിയിലേക്ക് ഒരു അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കും. എന്തായാലും കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു TP ചന്ദ്രശേഖരൻ വധം കേസ്. അതിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു താല്പര്യത്തിൻ്റെ ഈ ചാനലിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമായാണോ ഇത്തരത്തിലൊരു വാർത്ത സൃഷ്ടിച്ചതെന്നുള്ള സംശയം എന്തായാലും ബലപ്പെടുന്നുണ്ട്. പ്രജിൻ, ഏറ്റവും ഒടുവിൽ വിനേഷ് കുമാർ പറഞ്ഞത് തന്നെയാണ്. കാരണം ഇത്രമേൽ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്ത മറ്റൊരു കേസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്ത് വാർത്ത അതുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വാസ്തവവിരുദ്ധമായൊരു വാർത്ത ഈ രീതിയിൽ എങ്ങനെയാണ് കൊടുക്കുക? ഒരാളെ മെൻഷൻ ചെയ്താണ്, അയാളെ പേരിൽ പറഞ്ഞാണ്. കെ രമ ആവശ്യപ്പെട്ടു എന്ന രീതിയിലായിരുന്നു ആ വാർത്ത. പക്ഷേ കെ രമ തന്നെ പറയുന്നു, ഞാൻ അത്തരത്തിൽ ഒരു ആവശ്യവും സർക്കാർ മുന്നിലേക്ക് വെച്ചിട്ടില്ല എന്നുള്ളത്. അവർ തന്നെ തത്സമയം ആ പ്രതികരണം നടത്തുകയും ചെയ്തതാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. അത് ആധികാരികമായ വാർത്തയാണ്. കെ രമ തന്നെ നമ്മളോട് നേരിട്ട് വന്ന് സംസാരിക്കുന്നത് പ്രേക്ഷകർ കേട്ടല്ലോ. അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.